വൈസ്റ്റ് വെള്ളം വീഴുന്നുണ്ട് അതിനകത്ത്, മറച്ച് കെട്ടിയിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കഴിച്ചോടാന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും വിളിച്ചു ചോദിച്ചു. അവരോടൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, അവിടെ നിന്ന് ഓർഡറാണ്, അവരൊക്കെ പോയി. ഒന്നും ചെയ്യേണ്ട തന്നെ അവർ പോയി പറഞ്ഞു. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് മുന്നിലാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്. അവിടുത്തെ സുരക്ഷാ കാരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പെർമിഷനില്ല. ഇപ്പോൾ എന്താണ് ഈ വീഡിയോയുടെ ആധാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം മാർച്ചിൻ്റെ തുടക്കത്തിൽ കൊച്ചിയെ അപ്പാടെ വിഴുങ്ങിയ വിഷപ്പുക ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്ലാസ്റ്റിക് കത്തിയത് മൂലം പുറത്തേക്ക് വന്നത്. ഏകദേശം 10-15 ദിവസത്തോളം ഇതിന് പരിസരത്തുള്ള ആളുകളും 10 ദിവസത്തിനടുത്ത് കൊച്ചി നഗരനിവാസികളും വിഷപ്പുക ശ്വസിച്ച് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 വർഷമാകുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഈ മാലിന്യ പ്ലാന്റിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അത് പക്ഷേ വാർത്തയൊന്നും ആയില്ല. ഇപ്പോഴും അതിൻ്റെ തീ അധികം കെടുത്താനും സാധിച്ചിട്ടില്ല. ഇപ്പോഴും ചെറുതായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ടൊക്കെ കൂടെ തന്നെയാണ് നമ്മളെ മാധ്യമങ്ങളെ അതിനകത്തേക്ക് അല്ലെങ്കിൽ അതിനടുത്തേക്ക് പോലും അടുപ്പിക്കാതെ ദൂരെ മാറ്റി നിർത്തുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യം? ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഇപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അന്വേഷിക്കുന്നത്. ബ്രഹ്മപുരത്തേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. അത് വൈസ്റ്റ് വെള്ളം വീഴുന്നുണ്ട് അതിനകത്ത്, മറച്ച് കെട്ടിയിട്ടില്ല, ഒന്നുമില്ല. ഇനി കത്തിയ വേസ്റ്റിൻ്റെ ബാക്കിയും കൊണ്ട് പോകുന്ന ലോറിയാണിത്. അത് വേറെ ഇതുണ്ടോ, ഇതിൻ്റെ താഴേക്കാണ് പ്ലാന്റ്. ഈ മീഡിയനെ ആരും പെർമിറ്റ് ചെയ്യുന്നില്ല. ഏതാ സംഭവത്തിന് ശേഷം സെക്രട്ടറിയുടെ പെർമിഷൻ മേടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ കഴിച്ചോടാന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും വിളിച്ചു ചോദിച്ചു. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. ഓ, അവിടുന്ന് മറ്റേ അവിടുന്ന് പെർമിഷൻ മേടിച്ച് നിങ്ങൾ കാണിക്കുമ്പോൾ ഓ അവിടെ നിന്ന് മേടിക്കണം. 24 hours വന്നു, മീഡിയ 1 വന്നു, പിന്നെ വേറൊരു ചാനൽ വന്നു, റിപ്പോർട്ടർ വന്നു. അവരോടൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, അവിടെ നിന്ന് ഓർഡറാണ്, അവരൊക്കെ പോയി. ഒന്നും ചെയ്യേണ്ട തന്നെ അവർ പോയി പറഞ്ഞു. ഇതിപ്പോൾ തീ പിടിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെയാ? അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നലെ ചൂടായതുണ്ടോ? ഉണ്ട്, പുറത്ത് കത്തണാണ്. അത് അപ്പോഴത്തെ കിടത്താനുള്ള സംവിധാനം ഉണ്ട് അവിടെ. അവിടെ 10-60 പേരുണ്ട് തൊഴിലാളികൾ. 60 തൊഴിലാളികളുണ്ട്. പിന്നെ ഫയർജിൻ്റെ വണ്ടിയും കിടപ്പുണ്ട്. അതായത് എനിക്ക് ഫയർഫോഴ്സ് ഉണ്ട്. ഓ, പിന്നെ അപ്പം തന്നെ കിടത്തുകയും ചെയ്യും. അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്ത ഉണ്ടായിരുന്നല്ലോ ഇവിടെ തീ പിടിച്ചിട്ടുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അവസ്ഥ എന്തായാലും പോലീസും വരുന്നുണ്ട്. അപ്പം തന്നെ പോവുകയും ചെയ്യും. എല്ലാവർക്കും ഉണ്ടാവും അവിടെ ഇപ്പം ഉണ്ടാവും. ആൾക്കാരെ ഇങ്ങനെ ഒരു വാച്ച് ചെയ്യാണ് പോകുന്ന ആൾക്കാർ. ഭയങ്കര ഇവിടുത്തെ ഡിസ്പ്ലേ കംപ്ലീറ്റ് കമ്മീഷൻ ഓഫീസിലേക്ക് കിടക്കണം. അപ്പോൾ അവിടെ നിന്ന് വരും, തുറ പോയി. ഇപ്പോൾ ഇവിടുത്തെ കമ്മീഷൻ ഈ വലിയ ക്യാമറയാണ് അവിടെ വെച്ചാൽ അവിടെയുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അത് കമ്മീഷൻ ഓഫീസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് പാലിക്കാൻ വണ്ടി വരും ഇങ്ങോട്ട്. ഓ, വഴിവിളക്കന്നെ 10-30 വഴിവിളക്കുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് രാത്രി കാലങ്ങൾ അതിനനുസരിച്ച് ഒരേ ഇടപെട്ട് ക്യാമറയുണ്ട്. വണ്ടി അത് ഇവിടുത്തെ കോൺട്രാക്ടർ കോൺട്രാക്ട്. ശരി എന്നാ.
അങ്ങനെ നമ്മൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൻ്റെ എൻട്രിയുടെ ഫ്രണ്ടിലാണുള്ളത്. എൻട്രിയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ നമ്മൾ അകത്തോട്ട് കടത്തൂ. അപ്പോൾ സെക്യൂരിറ്റിയായിട്ട് സംസാരിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടത്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനപ്പുറത്തേക്ക് നമ്മളെ കയറ്റി വിടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് ഇവിടെ ചെറിയ തീപിടുത്തം ഉണ്ടെന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വരികയും എല്ലാ മാധ്യമങ്ങളും വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും കൃത്യമായിട്ട് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങളെ ഒന്നും അകത്തേക്ക് കയറ്റേണ്ടതില്ല എന്നുള്ളത്. കാരണം തീപിടുത്തത്തെക്കുറിച്ചൊരു വലിയൊരു പാനിക്കായിട്ടുള്ളൊരു വാർത്ത വരരുത് എന്നതായിരിക്കാം അതിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ മാർച്ചിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ആഴ്ചയാണ് തീപിടുത്തം ഉണ്ടാവുകയും പിന്നെ അത് കെടുത്താൻ പറ്റാത്ത വിധത്തിലേക്ക് തീ ആളിപ്പടരുകയൊക്കെ ചെയ്തിട്ട് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കൊച്ചിയിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ചൂട് കൂടുകയും ഇവിടെ കൂടുതൽ തീപിടുത്തത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന നിർദ്ദേശങ്ങൾ കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ മന്ത്രി ഓഫീസിൽ നിന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇവർ സെക്യൂരിറ്റിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ 2023 ഈ പറഞ്ഞ തീപിടുത്തത്തിന് ശേഷം ഒരു ഫയർ എഞ്ചിൻ ഇതിനകത്ത് സ്ഥിരമായിട്ടുണ്ട് എന്നും ആ ഫയർ എഞ്ചിൻ പെട്ടെന്ന് തീപിടുത്തമുണ്ടായാൽ അത് കെടുത്താനുള്ള സംവിധാനങ്ങൾ അതിലുണ്ട്, അതിന് മാത്രമുള്ള ഒരു യൂണിറ്റ് അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ ഈ ചൂട് കൂടുന്നതനുസരിച്ച് തീ പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പ്ലാസ്റ്റിക്കാണ് കൂടുതലുള്ള പ്ലാസ്റ്റിക്കിന് തീ പിടിക്കാനുള്ള കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള തീ പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. ബ്രഹ്മപുരം ഇപ്പോഴും വലിയ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അത് ഈ പറയുന്ന പരിസരങ്ങളിൽ ഉള്ള ആളുകൾക്കെല്ലാം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴും കൊച്ചി കോർപ്പറേഷനും കേരള സർക്കാരിനുമൊക്കെ ഒരു തലവേദനയായിട്ട് തന്നെ ലൈവായിട്ട് നിലനിൽക്കുന്നു എന്നൊരു വസ്തുത നിങ്ങളോട് പറയുകയാണ്. ചൂടുകാലമാണ്, എപ്പോൾ വേണമെങ്കിലും തീപിടുത്തം ഉണ്ടാകാം എന്ന ഒരു സിറ്റുവേഷനിലാണ്. അതിൻ്റെ മുൻകരുതലുകളും അതിൻ്റെ എന്താ പറയുക അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കൊച്ചി കോർപ്പറേഷനും ഈ ഇവിടുത്തെ ചുമതലയുള്ള മന്ത്രി പി രാജീവും ഒക്കെ ഉള്ളത്. എന്തായാലും നമുക്ക് മറ്റു വിവരങ്ങളൊക്കെ വരുന്ന വീഡിയോകളിൽ കാണാം.